ഹേ ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമ ദ വിക്ക്ഡ് വൈഫ്. ഭയങ്കര മിസ്റ്റീരിയസ് ആയ കിഡിലൻ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗസ് ചെയ്യാനേ പറ്റില്ല. ആ രീതിയിലാണ് ഈ സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് പടം കാണാം. വെൽക്കം ടു ചെറുകഥ ചാനൽ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ, കൂടെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിക്കോളൂ. പടത്തിന്റെ തുടക്കത്തിൽ ഒരു രാത്രി നടുക്കാട്ടിൽ ഗ്രാമത്തിലെ ചിലർ എന്തോ ഒരു ചടങ്ങ് നടത്താൻ നിൽക്കുമ്പോൾ ഒരു ശബ്ദം. 15 വർഷം മുമ്പാണ് ഇത് നടന്നത്. ആ ഗ്രാമത്തിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു ദുഷ്ടശക്തിയെ തടയാൻ വേണ്ടിയാണ് ആ ഗ്രാമവാസികൾ ആ ചടങ്ങ് നടത്തുന്നത്. അങ്ങനെ ആ ചടങ്ങിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ദുഷ്ടശക്തിക്ക് വേണ്ട കാണിക്ക വെച്ച് ആ ദുഷ്ടശക്തി വരാൻ വേണ്ടി അവർ കാത്തിരുന്നു. ആ സമയം അവർ എല്ലാവരും വിചാരിച്ചത് ആ ദുഷ്ടശക്തി അവരുടെ കാണിക്ക എടുക്കുമെന്നാണ്. പക്ഷേ നടന്നത് നേരെ തിരിച്ചായിരുന്നു. ഒരു മനുഷ്യൻ അലറുന്ന ശബ്ദം കേൾക്കും. അപ്പോ ആ ചടങ്ങ് നടത്തിയിരുന്ന മെയിൻ ആള് താഴെ വീണ് വിറയ്ക്കാൻ തുടങ്ങും. ഇത് കണ്ട് പേടിച്ച് മറ്റുള്ളവരെല്ലാം കാടിനുള്ളിലേക്ക് ഓടും. അതിൽ 2 പേർ ഓടുന്നതിനിടയിൽ ഒരാളെ കണ്ടു നിൽക്കും. അയാൾ നദിയിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ അയാൾ തിരിഞ്ഞ് ഇവരെ നോക്കുമ്പോൾ അയാളുടെ മുഖത്തിന്റെ രൂപം മാറി ഒരു നരിയുടെ മുഖമായി മാറാൻ തുടങ്ങും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഈ കഥ ഒരു കണ്ണു കാണാത്ത കള്ളുകുടിയൻ ഒരു ഹോട്ടലിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ കഥ കേട്ട് ആ ഹോട്ടലിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ കുട്ടി പേടിക്കും. അപ്പോ ആ ഹോട്ടൽക്കാരൻ വന്ന് അയാളുടെ തലക്കിട്ട് കൂട്ടിയിട്ട് ഡോ കിഴങ്ങാ നിർത്തിക്കോ നിന്റെ കഥ. ആ കുട്ടി പേടിച്ചു മിണ്ടാണ്ട് അവിടെ എങ്ങാനും ഇരുന്നോ എന്ന് പറയും. ഞാൻ അതിന് നുണക്കഥയൊന്നുമല്ല പറഞ്ഞത്, ഇത് നടന്ന കഥയാണ് എന്ന് അയാൾ പറയും. ഈ ഹോട്ടൽ ഒരു നദിയുടെ തീരത്താണ് ഉള്ളത്. ആ നദി താണ്ടിപ്പോയാലാണ് അപ്പുറത്തുള്ള ഗ്രാമത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. പുറത്ത് നല്ല മഴയായതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലേക്ക് പോവാനുള്ള ചില ആൾക്കാർ ഇപ്പോൾ ഹോട്ടലിൽ തങ്ങിയിരിക്കുകയാണ്. അതിൽ ഒരു നാടക ട്രൂപ്പുണ്ട്, പിന്നെ ഈ അമ്മയും മകളുമുണ്ട്, പിന്നെ വേറെ 2 പേരുമുണ്ട്. വേറെ വഴിയൊന്നുമില്ലാതെ ഇവരെല്ലാം ആ കുടിയന്റെ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അയാൾ കഥ പറച്ചിലെല്ലാം നിർത്തി. പക്ഷേ അയാൾ പറഞ്ഞതൊന്നും ഇവർ വിശ്വസിച്ചിട്ടില്ല. ഞാൻ 15 വർഷം മുമ്പ് കണ്ടതാണ് എന്ന് പറഞ്ഞ് അയാൾ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ആ ഹോട്ടൽക്കാരൻ വന്ന് നിനക്ക് ജന്മനാ കണ്ണു കാണില്ല, പിന്നെ നീ എങ്ങനെയാ കാണുന്നത്? ഇല്ല, അയാൾ എന്നോട് പറഞ്ഞതാ, ഞാൻ സത്യമാ പറഞ്ഞത് എന്ന് അയാൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ പുറത്ത് ഒരു പോലീസ് പടയെ കാണിക്കും. നല്ല മഴയുള്ളത് കാരണം അവർ യാത്ര മതിയാക്കി ഈ ഹോട്ടലിൽ വന്ന് കയറും. ഇതാണ് ഇൻസ്പെക്ടർ. ഹോട്ടലിൽ കയറിയപ്പോൾ തന്നെ അയാൾ പറയും, ഇനി ഈ ഹോട്ടലിൽ നിന്ന് ആരും പുറത്തേക്ക് പോകാനും പാടില്ല, ആരും ഉള്ളിലേക്ക് കയറാനും പാടില്ല എന്ന് പറഞ്ഞ് കോൺസ്റ്റബിൾസിനോട് സെക്യൂരിറ്റി ഏർപ്പെടുത്താൻ പറയും. ഇതൊക്കെ കണ്ട് ഹോട്ടലിലുള്ളവർക്ക് ഒന്നും മനസ്സിലാവാതെ നിൽക്കും. അപ്പോൾ ഇൻസ്പെക്ടർ പറയും, ഇയാൾ ക്രൂരനായ ഒരു കൊലയാളിയാണ്. ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ചാണ് ഈ മഴ പെയ്തത്. അതുകൊണ്ട് വേറെ വഴിയില്ലാത്തത് കാരണം മഴ നിൽക്കുന്നത് വരെ അവർ ഇവിടെ തങ്ങാൻ പോവുകയാണ് എന്ന് അയാൾ പറയും. ഇപ്പോ ആ കൊലയാളിയെ കാണിക്കും. മുടിയൊക്കെ നീട്ടി വളർത്തി ഒരു ക്രൂരനെ പോലെയാണ് അയാളെ കാണാൻ. അപ്പോ അവിടെ ഹോട്ടലിൽ ഉണ്ടായിരുന്ന ഒരുത്തൻ വന്ന് പറയും, ഇവന്റെ പേര് ലീ എന്നാണ്. ഇവൻ ഒരു ക്രൂരന്മാരായ വേട്ടക്കാരുടെ കൂട്ടത്തിലായിരുന്നു. അത് മാത്രമല്ല ഇവൻ ഒരു മന്ത്രവാദിയും കൂടിയാണ്. ഇവൻ കുട്ടികളെ ജീവനോടെ തിന്നുമൊന്നൊക്കെ പറയും. ആ സമയം ആ ലീ കുട്ടിയെ തന്നെ ഒരു മാതിരി നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടാകും. അപ്പോ ആ ഹോട്ടൽക്കാരൻ, ഡാ ഒന്നും മിണ്ടാതിരിക്കും, ഒരുത്തൻ പ്രേതകഥ പറയുന്നു, ഇപ്പോ ദേ നിന്റെ കഥ കൂടി. ആ സമയം ആ വയസ്സായ ആൾ വീണ്ടും കഥ പറയാൻ തുടങ്ങും. വീണ്ടും കഥയോ, ഡോ കണ്ണുപൊട്ട കുറച്ചു നേരം മിണ്ടാതിരിക്കും, നീ എന്തിനാ വീണ്ടും ഈ കഥ പറയുന്നത്? ഇത് കെട്ടുകഥയല്ലേ പൊട്ട എന്ന് ഹോട്ടൽക്കാരൻ പറയും. അപ്പോ ആ നാടക ഗ്രൂപ്പിലുള്ള ഒരാൾ, അത് കെട്ടുകഥയല്ല, അയാൾ പറഞ്ഞത് പകുതി സത്യമാണ്. അത് കേട്ടതും ആ വയസ്സായ ആൾ പോയി, നീ എന്താ പറയുന്നേ? നിനക്ക് ഈ കഥയെ പറ്റി അറിയുമോ? എന്നാ നീ കഥ പറയാൻ പറയും. നിങ്ങൾ പറഞ്ഞ പോലെ ആ ഗ്രാമത്തിൽ നരിഭൂതം ഉണ്ടായിരുന്നു. ആ നാട്ടിൽ ജിൻ എന്ന് പറയുന്ന ഒരുത്തൻ ആ നരിഭൂതത്തെ അവിടേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ് എന്ന് അയാൾ പറയും. അടുത്ത സീനിൽ ഫ്ലാഷ് ബാക്ക്. ഇതെല്ലാം നടന്നിട്ട് പല വർഷങ്ങളായിട്ടുണ്ട്. ഇവനാണ് ജിൻ, ഇവനാണ് നമ്മുടെ പടത്തിലെ ഹീറോ. ഇവൻ എന്തിനാണ് ഇങ്ങനെ അടി വാങ്ങുന്നത് എന്ന് വെച്ചാൽ ഇവൻ ബാറിൽ ചൂത് കളിച്ച് കുറെ വട്ടം തോക്കും. കടം വാങ്ങിയ പൈസ കൊണ്ടാണ് പുള്ളി ഇതൊക്കെ ചെയ്തത്. അങ്ങനെ പൈസയെല്ലാം പോയി കടം കൊടുത്ത ആളുകൾ പൈസ തിരിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എത്ര വട്ടം ഇങ്ങനെ തോക്കും? എന്റെ പൈസ എപ്പോഴാ നീ തിരിച്ചു തരാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അവന്റെ വിരൽ ടേബിളിൽ വെച്ച് വിരലിന്മേൽ കത്തിവെക്കും. പറയും, നീ എപ്പോഴാ പൈസ തിരിച്ചു തരാൻ പോകുന്നത്? ഇല്ലെങ്കിൽ ഇപ്പൊ നിന്റെ വിരൽ ഞാൻ വെട്ടും. സാർ 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ തരാം, ദയവ് ചെയ്ത് എന്റെ വിരൽ കളയല്ലേ. ശരി പൊക്കോ, ഇനി 3 ദിവസമാണ് നിന്റെ ടൈം. അതിനുള്ളിൽ പൈസ കിട്ടിയില്ലെങ്കിൽ വിരലല്ല കൈയാവും ഞാൻ വെട്ടുക എന്ന് ജിന്നിനെ അയാൾ വിരട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിലൂടെ ഒരു തടിയൻ പോകുന്നുണ്ടാവും. അപ്പോ ആ ഗാങ്സ്റ്റർ ആ തടിയനെ പിടിച്ചു നിർത്തി, എന്റെ പൈസ എവിടെടാ എന്ന് ചോദിക്കും. അപ്പോ അയാളുടെ ജോലിക്കാർ പറയും, സാർ അവൻ എല്ലാ പൈസയും തന്നു തീർത്തു എന്ന്. ഇത് കേട്ട് എല്ലാവരുടെയും കിളി പാറും. ഇവൻ എങ്ങനെയാ എല്ലാ പൈസയും ഒന്നിച്ചു കൊടുത്തു തീർത്തത്? അപ്പോ നമ്മുടെ ഹീറോയ്ക്ക് സംതിങ് ഫിഷിയായി തോന്നും. അടുത്ത സീനിൽ അന്ന് രാത്രി ആ തടിയൻ ഒറ്റയ്ക്ക് കാടിനുള്ളിലേക്ക് പോകുന്നുണ്ടാകും. അവനെ ഫോളോ ചെയ്ത് നമ്മുടെ ജിന്നും അവന്റെ പുറകെ പോകും. ആ തടിയൻ ഒരിടത്ത് ചെന്ന് മൺവെട്ടി കൊണ്ട് കുഴിക്കുന്നുണ്ടാവും. ഇത് കണ്ട് ജിൻ അവന്റെ അടുത്ത് പോയി, ഡാ തടിയ, നീ ഇങ്ങനെയാണല്ലേ പൈസ ഉണ്ടാക്കുന്നത്? ഈ ശവശരീരത്തിന്റെ ആഭരണമെല്ലാം അടിച്ചു മാറ്റിയിട്ടാണല്ലേ നീ ഇതൊക്കെ ഒപ്പിക്കുന്നത്? ഇപ്പൊ ശരിയാക്കി തരാടാ, ഇത് ഞാൻ ഇപ്പൊ ഗ്രാമത്തിൽ പോയി പറയുമെന്ന് ജിൻ പറയുമ്പോൾ തടിയൻ, നോക്ക് ജിൻ, നീ ഇതിനെപ്പറ്റി അവരുടെ അടുത്ത് പറഞ്ഞാൽ നിനക്കും ഒന്നും കിട്ടില്ല, എനിക്കും ഒന്നും കിട്ടില്ല. അതിന് പകരം നീ എന്റെ കൂടെ കൂടിയാ എനിക്ക് കിട്ടുന്നതിന്റെ പകുതി നിനക്ക് തരാമെന്ന് അവൻ പറയും. അത് ജിൻ ഓക്കെ പറയും. അങ്ങനെ 2 പേരും കൂടി കുഴി തുറന്ന് ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് പോകും. ഇത് കണ്ട് ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാവില്ല. ഇതിനടിയിൽ ഇത്രയും വലിയ ഗുഹയുണ്ടോ എന്ന് പറഞ്ഞ്
എല്ലാം ചുറ്റി നോക്കും. തടിയൻ അവിടെ എല്ലായിടത്തും വിളക്ക് കൊളുത്തുന്നുണ്ടാകും. അങ്ങനെ അവർ നടന്നു ഒരിടത്തെത്തുമ്പോൾ അവിടെ കുറച്ച് വിയേഡായ സാധനം നിലത്തും ഭിത്തിയിലും എല്ലാം പരന്നു കിടക്കുന്നുണ്ടാകും. കാണാൻ പുഴുവിനെ പോലെയൊക്കെയുണ്ട്. അങ്ങനെ ഹീറോ നോക്കുമ്പോൾ ഒരു വലിയ കുറുക്കന്റെ തല മാത്രം തറയിൽ ജീവനോടെ നിൽക്കുന്നുണ്ടാകും. ഇത് കണ്ട് ഹീറോന്റെ കിളി പാറും. പക്ഷെ ആ തടിയൻ സാധാരണ പോലെ നിൽക്കുന്നുണ്ടാകും. അപ്പോ തടിയൻ ഒരു ചങ്ങലയിൽ പന്നിയുടെ കാല് കെട്ടി ആ കുറുക്കന്റെ വായിലേക്ക് ഇട്ടുകൊടുക്കും. ആ കുറുക്കനും അത് വിഴുങ്ങും. ഇത് കണ്ട് ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാവാതെ ഹീറോ കിളി പാറി നിൽക്കുന്നുണ്ടാകും. അപ്പോ ആ തടിയൻ ഹീറോനോട് പറയും, ഇപ്പൊ ഞാൻ ആ ചങ്ങല തിരിച്ച് അതിന്റെ വായിൽ നിന്ന് എടുക്കും. ആ സമയം എന്ത് വേണേലും ഉണ്ടാകും. സോ നീ റെഡി ആയിരുന്നോ എന്ന് പറയും. തടിയ, നീ എന്താ ചെയ്യുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടാ. മിണ്ടാതിരുന്ന് ഞാൻ പറയുന്നത് മാത്രം ചെയ്. എന്തേലും തെറ്റ് ചെയ്താൽ നമ്മുടെ ജീവൻ തന്നെ പോവും. നീ ഈ ചങ്ങല പുറത്തേക്ക് എടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറയും. അപ്പോ ഹീറോ കയ്യിലുണ്ടായിരുന്ന തീപ്പന്തം കുറുക്കന്റെ ദേഹത്ത് വെക്കും. കുറുക്കൻ വേദനയിൽ കടിച്ചു പിടിച്ച ചങ്ങല വിടും. ആ ഗ്യാപ്പിൽ തടിയൻ ചങ്ങല പുറത്തേക്ക് വലിച്ചിടും. അപ്പോ ചങ്ങലയിൽ കെട്ടിയിരുന്ന പന്നിയുടെ കാലിൽ സ്വർണത്തിന്റെ ലിക്വിഡ് ഉണ്ടാവും. അപ്പോ ഇങ്ങനെയാണ് തടിയൻ പൈസ ഉണ്ടാക്കുന്നത്. ഇപ്പോ ആ കുറുക്കൻ വായിൽ നിന്ന് ഇറച്ചി കഷ്ണം എടുത്ത ദേഷ്യത്തിൽ അലറാൻ തുടങ്ങും. അപ്പോഴേക്കും അവർ രണ്ടാളും വന്ന വഴിയെ തിരിച്ചോടും. അപ്പോ അവിടെ ഒരു നീല വെളിച്ചമാവും മൊത്തം. അപ്പോ തടിയൻ പറയും, വേഗം കണ്ണടക്കി, കണ്ണു തുറക്കരുത് എന്ന് പറഞ്ഞ് തടിയൻ അവിടെ നിന്ന് പോവും. പക്ഷെ ജിന്നിന് എങ്ങോട്ടാ പോകണ്ടേന്ന് അറിയില്ല. വേറെ വഴിയില്ലാതെ ജിന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവന്റെ നേരെ ഒരു പെണ്ണ് നിൽക്കുന്നുണ്ടാകും. പെട്ടെന്ന് ആ പെണ്ണിന്റെ മുഖം ഒരു കുറുക്കന്റെ രൂപമായി മാറും. ഇത് കണ്ട് ജിൻ പേടിച്ച് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ആ സ്ഥലം പെട്ടെന്ന് മാറും. എന്തോ പഴയ കാലത്തെ കൊട്ടാരം പോലെയാവും. അവിടെ രാജാവ്, മന്ത്രി, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോ അവിടെയുള്ള എല്ലാവരും, നീ തെറ്റ് ചെയ്തു, അതുകൊണ്ട് നീ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറയും. നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ വെറുതെ വിടണമെന്ന് പറഞ്ഞ് ജിൻ കെഞ്ചുമ്പോൾ രാജാവ്, നീ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് പരിഹാരമായി നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് പറയും. ജിന്നും വേറെ വഴിയില്ലാതെ ഓക്കെ പറയും. അപ്പോൾ രാജാവിന്റെ മകൾ അവിടേക്ക് വരും. അവൾ ഒരു നരിയാണ്. അങ്ങനെ വേറെ വഴിയില്ലാതെ അവളെ ജിൻ കല്യാണം കഴിച്ച് നാട്ടിലേക്ക് വരും. അപ്പോ അവിടെ നമുക്ക് ഇപ്പോൾ കഥ പറഞ്ഞു തരുന്ന ആ നാടകക്കാരൻ അവിടെ ഉണ്ട്. ഇതുവരെ നടന്നത് മാത്രമേ അയാൾക്കറിയുള്ളൂ. അപ്പോ ലീ, അതിനുശേഷം എന്താ നടന്നതെന്ന് ഞാൻ പറയാമെന്ന് പറയും. അപ്പോ ആ സബ് ഇൻസ്പെക്ടർ, നീ മിണ്ടാതിരുന്നോ, ഇല്ലെങ്കിൽ വീണ്ടും എന്റെ നിന്ന് കിട്ടുമെന്ന് പറയും. അപ്പോ ഇൻസ്പെക്ടർ, അവൻ പറയട്ടെ, എന്തായാലും നമുക്ക് സമയമുണ്ടല്ലോ എന്ന് പറയും. ഞാനും എന്റെ മാസ്റ്ററും ഒരു കാടിനുള്ളിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ താമസിക്കാനായി ഒരു ഹോട്ടൽ കാണും. അവർ രണ്ടുപേരും കൂടി ആ ഹോട്ടലിൽ കയറും. അവിടെ ഇവർക്ക് മുന്നേ കുറച്ചു പേർ അവിടെ എത്തിയിട്ടുണ്ട്. ആരെയും പുറത്ത് കാണാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഉള്ളിലേക്ക് വന്നത് എന്ന് മാസ്റ്റർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ ജിൻ ഒരു മുഴുവൻ ആടിനെ പാചകം ചെയ്ത് അവിടേക്ക് കൊണ്ടുവരും. ഇത് കണ്ട് അവർ പറയും, ഇത് വാങ്ങാനുള്ള കാശൊന്നും ഞങ്ങളുടെ കയ്യിലില്ല എന്ന്. സാരമില്ല, ഉള്ളത് തന്നാൽ മതി എന്ന് ജിൻ പറയും. എന്നിട്ട് പാല് പോലെ എന്തോ ഒന്ന് അവർക്ക് കുടിക്കാനും കൊടുക്കും. അത് മാത്രമല്ല, ജിന്നിനെ കാണാൻ കുറച്ച് വിയേഡായിട്ടാണ്. മുഖമെല്ലാം മരവിച്ച പോലെ, പെരുമാറ്റത്തിലൊക്കെ ഒരു പന്തികേടുണ്ട്. അവന്റെ ഒപ്പം ഒരു കുട്ടിയുമുണ്ട്. അവനെ ആരോ കൺട്രോൾ ചെയ്യുന്നത് പോലെയാണ് അവൻ പെരുമാറുന്നത്. ഇപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ജിൻ അവിടെ നിന്ന് പോകും. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. ലീയും അത് കഴിക്കാൻ തുടങ്ങുമ്പോൾ മാസ്റ്റർ അവനെ തടഞ്ഞ് കഴിക്കരുത് എന്ന് പറയും. അപ്പോ അതിലൊരാൾ, എന്ത് പറ്റി, എന്താ ഭക്ഷണം കഴിക്കാത്തത് എന്ന് ചോദിക്കും. ഇല്ല, ഒന്നുമില്ല, ഈ മാസം ഞങ്ങൾ മാംസം ഒന്നും കഴിക്കില്ല, നിങ്ങൾ കഴിച്ചോളൂ, ഞങ്ങൾ വേറെ എവിടുന്നെങ്കിലും കഴിച്ചോളാം എന്ന് പറഞ്ഞ് ലീയും മാസ്റ്ററും പുറത്തേക്ക് പോകും. പുറത്തേക്ക് ഇറങ്ങിയ ലീ, മാസ്റ്റർ, ഇന്ന് നമ്മൾ മുഴുവൻ നടന്ന് ക്ഷീണിച്ചിട്ടാണ് ഇരിക്കുന്നത്, ഈ നേരം വരെ ഒന്നും കഴിച്ചിട്ടുമില്ല, പിന്നെ എന്തിനാ മാസ്റ്റർ ഭക്ഷണം കഴിക്കണ്ട എന്ന് പറഞ്ഞത്? എല്ലാത്തിനും കാരണമുണ്ട് ലീ, നീ നിന്റെ കയ്യിലുള്ള മന്ത്രമുഖമൂടി എടുത്ത് ഉള്ളിൽ എന്താ നടക്കുന്നത് എന്ന് പോയി നോക്കാൻ മാസ്റ്റർ പറയും. ലീക്കും ഒന്നും മനസ്സിലാവാതെ ശരി മാസ്റ്റർ പറഞ്ഞതല്ലേ എന്ന് കരുതി ലീ അവന്റെ മുഖമൂടി എടുത്ത് ഉള്ളിലേക്ക് നോക്കും. ലീ ഉള്ളിൽ നടക്കുന്നത് കണ്ട് ആകെ വിറങ്ങലിച്ചു പോകും. അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആടിനെയല്ല, ഒരു മനുഷ്യനെയാണ്. അത് മാത്രമല്ല, പുറത്ത് ആടിനെ കെട്ടിയിടുന്നത് പോലെ മനുഷ്യന്മാരെ കെട്ടിയിട്ടിട്ടുമുണ്ട്. മാസ്റ്റർ, ഇവിടെ എന്താ നടക്കുന്നത്? ലീ, അവിടെ ഒരു ദുഷ്ടശക്തിയുണ്ട്, അതിനെ നമ്മൾ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് മാസ്റ്റർ പറയും. അതിനുശേഷം മാസ്റ്റർ ലീക്ക് ഒരു വാൾ കൊടുക്കും. ആ സമയം അവർ ഇരിക്കുന്ന റൂമിലേക്ക് ആരോ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ലീ അവനെ ആക്രമിക്കാൻ പോകുമ്പോൾ അവിടേക്ക് വന്നയാൾ ഹോട്ടലിനുള്ളിൽ ഭക്ഷണം കഴിച്ചിരിക്കുന്ന ആളാണ്. നിങ്ങൾ എന്തിനാ എന്നെ കൊല്ലാൻ നോക്കുന്നത് എന്ന് അവൻ ചോദിക്കുമ്പോൾ, നീ ആ പാൽ കുടിച്ചില്ലല്ലേ, അതുകൊണ്ടാണ് നിനക്ക് ഇപ്പോഴും ബോധമുള്ളത്. മാസ്റ്റർ അവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അയാളോട് പറയും. ഇത് കേട്ടതും താൻ കഴിച്ചത് ആടിനെയല്ല മനുഷ്യനെയാണ് എന്ന് മനസ്സിലാക്കി അയാൾ വാൾ വയ്ക്കാൻ തുടങ്ങും. ആ സമയം പുറത്ത് ജിൻ ഒരു ആടിനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ടാകും. നീ മുഖം മൂടി വെച്ച് പുറത്തേക്ക് നോക്ക്, ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാവും. അയാളും ആ മുഖം മൂടി വെച്ച് നോക്കുമ്പോൾ ജിൻ വലിച്ചുകൊണ്ടു പോകുന്നത് ആടിനെയല്ല മനുഷ്യനെയാണ് എന്ന് മനസ്സിലാവും. ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അവൻ ആ ഗ്രാമത്തിലെ എല്ലാവരെയും ഇതുപോലെ കൊന്നിട്ടുണ്ടാകും. അവന്റെ ഉള്ളിലുള്ള ആ ദുഷ്ടശക്തിയെ നമുക്ക് നശിപ്പിക്കണം, എന്നാലേ ബാക്കിയുള്ള ആളുകളെ നമുക്ക് രക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്ന് മാസ്റ്റർ പറയും. എന്നിട്ട് അവർ മൂന്നുപേരും ആ ഹോട്ടലിനുള്ളിൽ കയറി നോക്കുമ്പോൾ അവിടെ ആരുമില്ല. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ജിൻ കൊന്നുകളഞ്ഞു. ഇപ്പോ അവർ അവിടെ ഒരു റെഡ് കളർ ലൈറ്റ് കാണുന്ന ഒരു റൂമിലേക്ക് പോകും. അവിടെ ആ ജിന്നിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആ ചെറിയ കുട്ടി നിൽക്കുന്നുണ്ടാകും. ഇവരെ കണ്ട ഉടനെ ആ കുട്ടി അവരെ ആക്രമിക്കാൻ തുടങ്ങും. എന്തോ വായിൽ നിന്ന് ഒരു പുക പോലെ എന്തോ പുറത്തേക്ക് വിടും. അപ്പോൾ ലീ കറക്റ്റ് ടൈമിന് ഒരു സ്പെൽ
യൂസ് ചെയ്ത് ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടും. എന്നിട്ട് അവർ ആ കുട്ടിയെ നോക്കുമ്പോൾ അവൻ അവിടെ ഉണ്ടാകില്ല. അവർ 3 പേരും ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെ ജിൻ ഉണ്ടാകും. ഗസ്റ്റ് എല്ലാം വന്നിട്ടുണ്ടല്ലോ, നിങ്ങളെ ശരിയായ രീതിയിൽ തന്നെ ഞാൻ സൽക്കരിക്കാമെന്ന് ജിൻ പറയും. പക്ഷെ അവൻ പറയുന്നത് ഒരു പെണ്ണിന്റെ ശബ്ദത്തിലാണ്. അത് വേറെ ആരുമല്ല, അവൻ കല്യാണം കഴിച്ച ആ നരിപ്പെണ്ണാണ്. അവളാണ് ജിന്നിനെ അവന്റെ ഉള്ളിൽ കയറി കൺട്രോൾ ചെയ്യുന്നത്. നീ എന്തിനാ ഇങ്ങനെ ആളുകളെ കൊല്ലുന്നത്, അത് തെറ്റാണ് എന്ന് ഇയാൾ പറയും. ശരിക്കും ഇയാൾ ഒരു പോലീസുകാരനാണ്. നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ജിൻ ആടിനെ കൊല്ലുന്നതിൽ എന്താ തെറ്റ് എന്ന് ചോദിക്കും. പോലീസുകാരൻ ദേഷ്യത്തിൽ അവനെ തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലും. എന്റെ ആളുകളെ എല്ലാവരെയും ഇവനല്ലേ കൊന്നത്, അതുകൊണ്ട് ഞാൻ ഇവനെ കൊന്നു എന്ന് പറയുന്ന നേരം പെട്ടെന്ന് അവന്റെ നെറ്റിയിൽ ഒരു കത്തി കുത്തി കയറും. എന്താന്ന് നോക്കുമ്പോൾ അത് ജിന്നാണ്. ജിൻ എണീറ്റിരുന്ന് ഒരു തരം കറുത്ത കളറുള്ള ദ്രാവകം വൊമിറ്റ് ചെയ്യാൻ തുടങ്ങും. അത് പതുക്കെ പതുക്കെ ഇവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങും. അത് വേറെ ആരുമല്ല, അതാണ് നരിഭൂതം. ഭൂതം അവരെ ആക്രമിക്കാൻ തുടങ്ങും. പക്ഷെ മാസ്റ്റർ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു മന്ത്രവടി വെച്ച് അതിന്റെ എല്ലാ അറ്റാക്കും തടയും. അങ്ങനെ ഒരു വിധത്തിൽ അവിടെ എടുത്തുള്ള ഒരു റൂമിലേക്ക് കടക്കും. മാസ്റ്റർ അദ്ദേഹത്തിന്റെ മന്ത്രവിദ്യ ഉപയോഗിച്ച് ആ ഭൂതം അവിടേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി മാസ്റ്റർ വാതിൽ ഒരു സ്പെല്ല് എഴുതും. പക്ഷെ ഭൂതം അതിനെയും താണ്ടി അവിടേക്ക് വരും. അപ്പൊ മാസ്റ്റർ ലീ, നീ ഇവിടെ നിന്ന് പൊക്കോ, ഇതിനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. ലീയും മനസ്സില്ലാ മനസ്സോടെ അവിടെ നിന്ന് ഓടിപ്പോകും. ആ സമയം മാസ്റ്ററും ആ ഭൂതവും ഉള്ളിൽ കട്ട ഫൈറ്റാണ്. ലീ പുറത്തെത്തി നോക്കുമ്പോൾ ഉള്ളിൽ കുറെ ലൈറ്റും മിന്നലും മാത്രമാണ് കാണുന്നത്. കുറച്ചു നേരം കഴിഞ്ഞ് മാസ്റ്റർ തളർന്ന് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ പുറത്തേക്ക് വരും. വന്ന ഉടനെ ലീയുടെ കയ്യിലേക്ക് മാസ്റ്റർ വീണ്, ലീ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ, എന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ആ നരിഭൂതത്തെ ഞാൻ എതിർത്തു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അതിനെ കൊല്ലാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷേ അതിന്റെ 5 സ്കിന്നിൽ 3 എണ്ണം ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്. ഇനി ആ സ്കിൻ തിരിച്ച് ഹീലാവണമെങ്കിൽ ഏകദേശം 15 വർഷമെങ്കിലും സമയം വേണം. സോ ഇനി അത് തിരിച്ചു വരാൻ 15 വർഷം ടൈമുണ്ട്. അതുകൊണ്ട് നീ നല്ല രീതിയിൽ തന്നെ പരിശീലനം നടത്തണം, എന്നാൽ മാത്രമേ ആ ഭൂതത്തെ ഇല്ലാതാക്കാൻ പറ്റുകയുള്ളൂ എന്ന് മാസ്റ്റർ പറയും. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാസ്റ്റർ ലീയുടെ കയ്യിൽ കിടന്ന് മരിക്കും. മാസ്റ്റർ തന്നെ വിട്ടുപോയ വിഷമത്തിൽ ലീ അവിടെ നിന്ന് ഓളിയിട്ട് കരയും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഈ കഥ പറയുന്ന ലീയെയാണ് കാണിക്കുന്നത്. ലീ പറയും, ഇപ്പൊ ഏതാണ്ട് 15 വർഷമായി. അപ്പോ ആ ഭൂതം ഇന്ന് രാത്രി ഇവിടേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇത് കേട്ട് അവിടെയുള്ള എല്ലാവരും പേടിക്കാൻ തുടങ്ങും. അപ്പോ ആ സബ് ഇൻസ്പെക്ടർ ലീ പറഞ്ഞതൊന്നും വിശ്വസിക്കാതെ അവനെ തല്ലാൻ തുടങ്ങും. ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന ഒരു പ്രതിമയിൽ നിന്ന് ഒരു ശബ്ദം വരും. അത് എന്തോ ഒരു പാട്ട് പോലെയാണ്. ഇതെല്ലാം അവിടെയുള്ളവർ ഭയത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു, എല്ലാം അവസാനിക്കാൻ പോവുകയാണ്. ഇനി ഇവിടെ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മൾ എല്ലാവരും ചാവാൻ പോവുകയാണ് എന്ന് ലീ പറയും. ആ സമയം ഭയങ്കര ശക്തിയിൽ കാറ്റടിച്ച് ജനലെല്ലാം തുറക്കും. ആ നരിയുടെ ഭൂതം ആരുടെ ശരീരത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് എനിക്കറിയാം. ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്റെ വിലങ്ങ് അഴിക്കണമെന്ന് ലീ ഇൻസ്പെക്ടറോട് പറയും. അപ്പോൾ ഇൻസ്പെക്ടറും പേടിച്ച് വിലങ്ങ് അഴിക്കാൻ നോക്കുമ്പോൾ അഴിക്കരുത് എന്ന് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ പറയും. അപ്പോൾ ലീ പറയും, അവളാണ് ആ നരിഭൂതം എന്ന് പറയും. ഇത് കേട്ട് എല്ലാവരും അവൾക്ക് നേരെ തിരിയും. അപ്പോൾ ആ സ്ത്രീ, അവൻ നുണ പറയുന്നതാണ്, അവൻ പറഞ്ഞതെല്ലാം കെട്ടുകഥയാണ്, ഇവൻ നുണയാണ് പറയുന്നത്, അത് നിനക്കെങ്ങനെ അറിയാമെന്ന് ഇൻസ്പെക്ടർ ചോദിക്കും. ഇവൻ പറഞ്ഞ ജിന്നിനെ എനിക്കറിയാം, ജിൻ എന്റെ നാട്ടുകാരനാണ്. അത് മാത്രമല്ല അവൻ ചൂതുകളിയൊന്നും കളിക്കുകയില്ല. അവൻ എന്റെ നാട്ടിലെ ഏറ്റവും വലിയ കാശുകാരനാണ്. എന്റെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെയെല്ലാം അവനാണ് പൈസയും ഭക്ഷണവും എല്ലാം കൊടുത്ത് സഹായിക്കുന്നത്. ഇങ്ങനെ ഒരു നല്ല മനുഷ്യനെ പറ്റി തെറ്റായി പറയുമ്പോൾ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. സോ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആ നാടക ട്രൂപ്പിലെ ആള് പറഞ്ഞ കഥയും ലീ പറഞ്ഞ കഥയെല്ലാം കെട്ടുകഥയാണ് എന്ന്. ജിൻ ശരിക്കും നല്ലവനാണ്. ഈ സത്യം അവൾ പറഞ്ഞിട്ടും ഇത് ആരും വിശ്വസിക്കില്ല. ഇപ്പോ ഇൻസ്പെക്ടർ നോക്ക്, നീ പറയുന്നത് സത്യമോ നുണയോ എന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷെ നീയാണ് നരിഭൂതം എന്ന സത്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞ് അവളെ കൊല്ലാൻ വേണ്ടി കോൺസ്റ്റബിളിനോട് പറയും. കോൺസ്റ്റബിൾ അവളെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന് അയാൾ ഒരു വിറങ്ങലു വന്ന് താഴെ വീഴും. ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പേടിച്ച് ലീയുടെ വിലങ്ങ് അഴിക്കാൻ തുടങ്ങും. അപ്പോ ആ സ്ത്രീ, അവൻ നുണയാണ് പറയുന്നത്, ആ വിലങ്ങ് അഴിക്കരുത് എന്ന് അവൾ കെഞ്ചി പറയും. ആ നേരം ഇൻസ്പെക്ടർക്ക് എന്താ പറ്റിയതെന്ന് അറിയില്ല. അയാൾ തോക്കെടുത്ത് അയാളുടെ കോൺസ്റ്റബിൾസിനെ എല്ലാവരെയും കൊല്ലാൻ തുടങ്ങും. ആ വിറയിൽ വന്ന താഴെ വീണ ആളും എണീറ്റ് എല്ലാവരെയും വെടിവെക്കും. അങ്ങനെ എല്ലാ കോൺസ്റ്റബിൾസിനെയും ഇൻസ്പെക്ടർ കൊല്ലും. പിന്നെ ആ സബ് ഇൻസ്പെക്ടറിനെയും വെടിവെക്കും. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നമ്മുടെ സബ് ഇൻസ്പെക്ടർ ലീ, അവന്റെ കുടുംബത്തെ മൊത്തം ലീയാണ് കൊന്നത്. അങ്ങനെ ലീയെ അറസ്റ്റ് ചെയ്തു വരുന്ന വഴിക്ക് സബ് ഇൻസ്പെക്ടറെ എടുത്ത്, എന്നെ നീ രക്ഷിച്ചാൽ ഞാൻ നിനക്ക് കോടിക്കണക്കിന് പൈസ തരാമെന്ന് ലീ പറയും. പക്ഷേ സബ് ഇൻസ്പെക്ടർ അതിന് സമ്മതിക്കില്ല. എന്നാൽ സബ് ഇൻസ്പെക്ടർ അറിയാതെ ലീയുടെ ഡീലിന് ശരിവെക്കും. സോ ലീനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇൻസ്പെക്ടർ ഇത്രയും ഡ്രാമ കളിച്ചത്. അങ്ങനെ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന സബ് ഇൻസ്പെക്ടറുടെ അടുത്ത്, നിന്നെ കൊല്ലാൻ എനിക്ക് ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല, പക്ഷെ പൈസയ്ക്ക് നല്ല ആവശ്യമുണ്ട് മോനെ. ലീയുടെ ഡീലിന് സമ്മതിച്ചിരുന്നിൽ നീയും ഇപ്പൊ ജീവനോടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ഇൻസ്പെക്ടർ പറയും. ആ വിറയിൽ വന്ന താഴെ വീണ കോൺസ്റ്റബിളും ഇൻസ്പെക്ടറുടെ ആളാണ്. എന്നിട്ട് അവർ 3 പേരും ഗണ്ണെടുത്ത് ഹോട്ടലിൽ ഉണ്ടായിരുന്നവരെയും എല്ലാവരെയും വെടിവെച്ചിടും. ഇപ്പൊ ബാക്കിയുള്ളത് ആ ചെറിയ കുട്ടിയും പിന്നെ ആ കണ്ണു കാണാത്ത ആളെയും കൊന്നിട്ടില്ല. ലീ ആ കുട്ടിയെ കൊന്നിട്ട് നേരെ ആ കണ്ണു കാണാത്ത ആളുടെ അടുത്തേക്ക് പോകും. അയാളും എന്താണ് നടക്കുന്നത് എന്ന് ചോദിക്കും. ലീ, ആ നരിഭൂതം വന്ന് എല്ലാവരെയും കൊന്നു
വരുന്നു എന്ന് അയാളോട് പറയും. കണ്ണു കാണാത്ത ആൾ ഭൂതം വന്നോ, ഞാൻ പറഞ്ഞില്ലേ, ആരും കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പിച്ചും പേയും പറയാൻ തുടങ്ങും. ശരിക്കും ഈ നരിഭൂതത്തിന്റെ കഥയെല്ലാം ഒരു കെട്ടുകഥയാണ്. ഇപ്പോൾ ലീ ആ സ്ത്രീയുടെ അടുത്തേക്ക് പോയി നിൽക്കുമ്പോൾ ലീ പറയും, ശരിക്കും എന്താണ് നടന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് അവളോട് പറഞ്ഞ് ലീ കഥ പറയാൻ തുടങ്ങും. ലീ ശരിക്കും ആ ഗ്രാമത്തിലുള്ള ആള് തന്നെയാണ്. നല്ല ഉടായിപ്പായിരുന്നു അവൻ. നാട് മൊത്തം കടമുണ്ട്. ഒരു ദിവസം രാത്രി നാട്ടുകാർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജിന്നിന്റെ കയ്യിൽ നിറയെ പൈസയുണ്ടല്ലോ, അയാൾ എന്തിനാ കുറച്ച് കുറച്ച് തരുന്നത്, മൊത്തമായി നാട്ടുകാർക്ക് കൊടുത്തുകൂടെ എന്ന് പറയുന്നത് ജിന്നും പിന്നെ ആ തടിയനില്ലേ ഫസ്റ്റ് കണ്ടത് അയാളും ഇത് കേൾക്കുന്നുണ്ടാകും. അങ്ങനെ അവർ രണ്ടാളും ഒരു പ്ലാൻ ഇടും. ജിന്നിന് വൈഫും കുട്ടിയുമുണ്ട്. ജിന്നിന്റെ വൈഫിനെ ഗ്രാമത്തിലെ ആരും കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇവർക്കും അറിയില്ല. പക്ഷെ ഒരാൾക്കറിയാം. ലീ ആരാ അത് എന്ന് ചോദിക്കും. നോക്കിയാൽ അത് ആ ഹോട്ടലിൽ ഉണ്ടായിരുന്ന സ്ത്രീയാണ്. അവളാണ് അത്. അവൾക്ക് ജിന്നിനെ ഇഷ്ടമായിരുന്നു. ഇത് മുതലെടുത്ത് അവന്മാർ രണ്ടാളും കൂടി അവളെ പറഞ്ഞ് സെറ്റാക്കും. അവളുടെ കയ്യിൽ ഒരു മയക്കുമരുന്ന് കൊടുത്ത് ഇത് ജിന്നിന്റെ വൈഫിനും കുട്ടിക്കും കൊടുക്കണമെന്ന് പറയും. അവളും അത് വാങ്ങും. വൈഫും കുട്ടിയും ഇല്ലാതായാൽ ജിന്നിനെ തനിക്ക് സ്വന്തമാക്കാമെന്ന് കരുതിയാണ് അവൾ അത് ചെയ്യുന്നത്. ഇങ്ങനെ ലീ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പെണ്ണ് മരിച്ചുപോകും. എന്നിട്ട് അവർ നദിയിൽ വഞ്ചിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കും, പിന്നെ എന്താ ഉണ്ടായത് എന്ന്. അപ്പോൾ ലീ വീണ്ടും കഥ പറയാൻ തുടങ്ങും. അങ്ങനെ ഫ്ലാഷ് ബാക്ക് കാണിക്കും. ലീയും തടിയനും ജിന്നിന്റെ ഭാര്യയെയും മകനെയും തട്ടിക്കൊണ്ടുവരുമ്പോൾ ഇടയ്ക്ക് വെച്ച് ആ തടിയൻ അവളെ എടുത്ത് തെറ്റായ രീതിയിൽ പെരുമാറാൻ തുടങ്ങും. അപ്പോൾ പെട്ടെന്ന് അവൾ മയക്കത്തിൽ നിന്ന് എണിക്കും. തടിയന്റെ കിടുങ്ങാമണിക്ക് ഇട്ടൊന്ന് കൊടുത്ത് അവൾ മകനെയും കൂട്ടി അവിടെ നിന്ന് ഓടിപ്പോകും. ആ സെയിം ടൈമിൽ ജിന്നിന് ഭാര്യയെയും മകനെയും കാണാനില്ല എന്ന് മനസ്സിലാവും. പക്ഷെ ജിൻ വിചാരിച്ചിരിക്കുന്നത് അവരെ തട്ടിക്കൊണ്ട ഇത് കാട്ടിലുള്ള വേട്ടക്കാരാണെന്നാണ്. അതുകൊണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി കാട്ടിൽ പോവാൻ നാട്ടുകാരോട് സഹായം ചോദിക്കും. പക്ഷെ ആരും അവന്റെ ഒപ്പം പോവാൻ സമ്മതിക്കില്ല. നാട്ടുകാരുടെ വിചാരം അവരെ തട്ടിക്കൊണ്ടുപോയത് നരിഭൂതമാണെന്നാണ്. അതുകൊണ്ട് തന്നെ ആരും അവന്റെ ഒപ്പം പോവാൻ സമ്മതിക്കില്ല. എന്നാലും കുറച്ചുപേർ ജിന്നിന്റെ ഒപ്പം കാടിനുള്ളിൽ അവരെ അന്വേഷിച്ചു പോവും. അപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ആളുകൾ നരിഭൂതത്തിന് വേണ്ടിയുള്ള പൂജ ചെയ്യുന്നത് കാണിക്കുന്നത്. അവിടെ ആ വിറച്ച് നുരവന്ന് വീണ ആളാണ് ഹോട്ടലിൽ കണ്ട ആൾ. അയാൾ പറഞ്ഞത് മൊത്തം നുണയായിരുന്നു. ആ രണ്ടുപേർ ഓടിപ്പോയി നദിക്കരയിൽ കണ്ടത് നരിഭൂതത്തെ ഒന്നുമല്ല, അയാൾ തള്ളിയതായിരുന്നു. എന്നാലും എന്തിനാ അങ്ങനെ പറഞ്ഞത് എന്നൊരു ഡൗട്ട് നിങ്ങൾക്കുണ്ടാവും. അത് ക്ലൈമാക്സിൽ ഞാൻ പറയാം. അവിടെ നിന്ന് കട്ട് ചെയ്താൽ രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ജിന്നിന്റെ വൈഫിനെയും മകനെയും ലീയും തടിയനും പിടികൂടും. തടിയൻ നല്ല ദേഷ്യത്തിലാണ്. അവന്റെ കിടുങ്ങാമണി കിട്ടല്ലേ കൊടുത്തത്. ആ ദേഷ്യത്തിൽ അവൻ അവളെ കഴുത്തു നെരിച്ച് കൊല്ലാൻ നോക്കുകയാണ്. അവളുടെ മകൻ ഇത് കണ്ട് എന്റെ അമ്മേനെ വിട് എന്ന് പറഞ്ഞ് കരയും. പക്ഷെ അവളെ അവൻ കൊന്നുകളയും. ഇത് കണ്ടുവന്ന ജിന്നിന്റെ അനിയൻ അവരെ രണ്ടുപേരെയും ആക്രമിക്കാൻ തുടങ്ങും. പക്ഷേ അവർ രണ്ടുപേരും കൂടി ജിന്നിന്റെ അനിയനെ തല്ലി അവശനാക്കും. ആ സമയം അവിടേക്ക് ആ ചടങ്ങ് നടന്നിടത്ത് നിന്ന് രണ്ടുപേർ ഓടിപ്പോയില്ലേ, അവന്മാർ രണ്ടുപേരും അവിടേക്ക് എത്തും. അവന്മാർ ഇതൊക്കെ കണ്ട് തിരിച്ച് ഓടാൻ നിൽക്കുമ്പോൾ ആ വേട്ടക്കാർ അവിടേക്ക് എത്തും. ലീയും തടിയനും കൂടി ഒപ്പിച്ച എല്ലാ പരിപാടിയും കണ്ട് അവർക്ക് നേരെ ഈ വേട്ടക്കാരൻ തോക്കു ചൂണ്ടി നിൽക്കുമ്പോൾ ആ തടിയൻ, ചേട്ടാ ഇത് ആ ജിന്നിന്റെ ഭാര്യയും കുട്ടിയുമാണ്. ഇവർ മരിച്ചുപോയത് അവന് ഇപ്പോഴും അറിയില്ല. അതുകൊണ്ട് ഇവളെ വെച്ച് നമുക്ക് അവന്റെ എല്ലാ പൈസയും അടിച്ചെടുക്കാമെന്ന് ആ തടിയൻ പറയും. അപ്പോൾ ആ വേട്ടക്കാരുടെ ഗ്രൂപ്പിന്റെ തലവൻ പറയും, ജിന്നിനെ എനിക്ക് നല്ലോണം അറിയാം. അവൻ ഒരു നല്ല മനുഷ്യനാണ്. അവൻ എല്ലാവർക്കും സഹായം മാത്രമേ ചെയ്യുകയുള്ളൂ. അവനെ എനിക്ക് പറ്റിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജിന്നിന്റെ മകൻ ഓടി വന്ന് ആ തടിയന്റെ കയ്യിൽ കടിക്കും. വേദന സഹിക്കാൻ വയ്യാതെ തടിയൻ ആ കൊച്ചിനെ അവിടെയുണ്ടായിരുന്ന കൊക്കയിലേക്ക് എടുത്തെറിയും. ഇത് കണ്ട് ജിന്നിന്റെ അനിയൻ ദേഷ്യവും സങ്കടവും സഹിക്കാൻ വയ്യാതെ താൻ മരിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് തടിയനെയും പിടിച്ച് ആ കൊക്കയിലേക്ക് ചാടും. അപ്പോൾ ലീ ആ വേട്ടക്കാരന്റെ അടുത്ത് പോയി, ചേട്ടാ എന്നെയും നിങ്ങളുടെ കൂട്ടത്തിൽ ചേർത്തുകൂടെ എന്ന് ചോദിക്കും. വേട്ടക്കാരൻ പറയും, നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിന്നെ എന്റെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ലീ ആ ഓടി വന്ന രണ്ടുപേരിൽ ഒരാളെ വെടിവെച്ച് കൊന്നിട്ട് പറയും, ദേ എന്നെ കൊണ്ട് ഒരാളെ കൊല്ലാനൊക്കെ പറ്റുമെന്ന് പറയും. നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിന്നെ ഞാൻ എന്റെ ടീമിൽ ഒപ്പം ചേർക്കുമെന്നാണോ നിന്റെ വിചാരം? നടക്കില്ല മോനെ എന്ന് പറഞ്ഞ് വേട്ടക്കാരൻ അവിടെ നിന്ന് പോകും. അപ്പോൾ ലീ മറ്റേയാളെ പിടിച്ച്, നോക്ക് ഇവിടെ എല്ലാവരെയും കൊന്നത് നരിഭൂതമാണ്. അങ്ങനെ വേണം നീ എല്ലാവരോടും പറയാൻ, ഇല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരന്റെ ഗതി തന്നെയാവും നിനക്ക്. അങ്ങനെ പറഞ്ഞ് ആ വേട്ടക്കാരുടെ ടീമിൽ ചേരാൻ വേണ്ടി അവിടെ നിന്ന് അവൻ ഓടിപ്പോവും. അങ്ങനെ ലീ പറഞ്ഞ പോലെ തന്നെ അയാൾ നരിഭൂതം കാടിനുള്ളിലുണ്ട്, അതാണ് എല്ലാവരെയും കൊന്നത് എന്ന് നാട്ടിൽ അയാൾ പറഞ്ഞു നടക്കും. ഇയാൾ തന്നെയാണ് ആ കണ്ണുപൊട്ടന്റെ അടുത്തും ഈ കഥ പറഞ്ഞത്. അതിനുശേഷം ജിൻ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തും. തന്റെ ഭാര്യയുടെ ശവശരീരം കണ്ട് ജിൻ ആകെ തകർന്നു പോകും. അതിനുശേഷം തന്റെ ഭാര്യയ്ക്ക് വേണ്ട ശവസംസ്കാര ചടങ്ങ് നടത്തും. ഇത് കണ്ടിട്ടാണ് ആ നാടകക്കാരൻ ജിന്ന് ഭൂതത്തെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ നരിഭൂതം എന്ന് പറയുന്നത് ഇല്ല, എല്ലാം ലീ തന്റെ നിലനിൽപ്പിനായി പടച്ചുവിട്ട കഥയാണ്. ഇതൊക്കെ പറഞ്ഞ് അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലീ പറയും, എന്തായാലും ഞാൻ ചുമ്മാ കഥ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ തന്റെ കോൺസ്റ്റബിൾ ആ പ്രേതത്തിന്റെ പാട്ട് പാടില്ലേ, അതാണ് ശരിക്കും എല്ലാവരെയും ഭയപ്പെടുത്തിയത്. ഞാൻ വരെ ഒരു നിമിഷം പേടിച്ചുപോയി. എന്താ സംഭവം എന്ന് വെച്ചാൽ ഹോട്ടലിൽ വെച്ച് ഒരു ശിലയിൽ നിന്ന് ഒരു പാട്ട് വന്നു എന്ന് പറഞ്ഞില്ലേ, അതിനെക്കുറിച്ചാണ് ലീ പറയുന്നത്. ലീ പറഞ്ഞത് കേട്ടിട്ട് ആ കോൺസ്റ്റബിൾ ഒന്നും മനസ്സിലാവാതെ, ഞാൻ പാട്ട് പാടിയെന്നു, ഞാനൊന്നും പാടിയില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആ ബോട്ട് ഓടിച്ചുകൊണ്ടിരുന്ന ആൾ ആ പാട്ട് പാടാൻ തുടങ്ങും. അവൻ ആരാണെന്ന് നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, അത് ജിന്നിന്റെ അനിയനാണ്. അവൻ ആ തടിയനെ കൊണ്ട് കൊക്കയിലേക്ക് ചാടിയിട്ടും അവൻ ജീവനോടെ ഉണ്ടായിരുന്നു. എന്ത്, നീ എങ്ങനെ ജീവനോടെ ഇരിക്കുന്നു
ചോദിക്കുന്നത്. നീ ആ കൊക്കയിൽ ചാടുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന് ലീ പറയും. 15 വർഷമായി ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോ ഇൻസ്പെക്ടറും കോൺസ്റ്റബിളും ലീയും ഇവനെ കണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ലീയുടെ അനിയൻ ഇത് എന്റെ ചേട്ടനും ചേച്ചിക്കും വേണ്ടിയാണ് എന്ന് പറഞ്ഞ് അവന്റെ അരയിലുണ്ടായിരുന്ന ഒരു ട്രിഗർ അമർത്തും. അപ്പോ അവർ ഉണ്ടായിരുന്ന ബോട്ട് പൊട്ടിത്തെറിച്ച് പീസാവും. അടുത്ത സീനിൽ ഒരു ഗ്രാമത്തെയാണ് കാണിക്കുന്നത്. അവിടെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഉള്ളത്. ഇപ്പോ അവിടേക്ക് ജിന്നിന്റെ അനിയൻ വരും. അവൻ ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടു നടക്കുകയാണ്. എല്ലാവരും നല്ല മനുഷ്യരാണ് അവിടെ ഉള്ളത്. അങ്ങനെ അവൻ നോക്കുമ്പോൾ അവന്റെ ഏടത്തിയും ചേട്ടനും അവനെ നോക്കി ചിരിക്കുന്നത് കാണിക്കും. ജിന്നിന്റെ അനിയൻ ഇപ്പൊ സ്വർഗത്തിലാണ് ഉള്ളത്. അതോടെ സിനിമ അവിടെ അവസാനിക്കും. ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്ന് ഒന്ന് കമന്റ് ചെയ്യൂ. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.